കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നുണ്ട് 9 PM ന്യൂസിനൊപ്പം. കമലേഷ്, ആംബുലൻസിന് ഫിറ്റ്നസും ഇൻഷുറൻസും ഇല്ലായിരുന്നു എന്നായിരുന്നു കോൺഗ്രസ് പിന്നീട് വാദിച്ചത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നിഷ, ഈ വിഷയത്തിലും വളരെ കൃത്യമായി രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയാകെ തകർന്നു എന്ന പ്രചരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് കൂടുതൽ ആളുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ട് പലതരത്തിലും ആശുപത്രികൾക്കെതിരെ വലിയ സമരങ്ങൾ നടത്തുന്നുണ്ട്. അത്തരത്തിലൊരു സമരം മാത്രമാണ് ഈ വിതുരയിലെ ആശുപത്രിയിലും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിന്റെ പുറത്ത് ഈ സമരത്തിനുന്നയിച്ച മുദ്രാവാക്യങ്ങൾ സംബന്ധിച്ച് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തത്. അവർ ഉന്നയിച്ച വാദങ്ങളെല്ലാം പൊളിയുന്നു എന്നുള്ളതാണ് സാഹചര്യം. നിലവിൽ ഇപ്പോൾ ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഇതിന് ഇൻഷുറൻസ് ഇല്ല, ഇതിന് ഫിറ്റ്നസ് ഇല്ല എന്നതായിരുന്നു വാദം. എന്നാൽ ആ വാദങ്ങൾ പൊളിയുകയാണ്. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ രേഖകൾ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നു. കൈരളി ന്യൂസ് അത് പുറത്തുവിടുകയാണ്. ഈ ആംബുലൻസിന് ഫിറ്റ്നസും ഇൻഷുറൻസും അതിൻ്റെ കാലയളവ് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ഫിറ്റ്നസ് വാലിഡ് അപ് ടു 29, അതായത് 2025 സെപ്റ്റംബർ 29 വരെയും വാലിഡിറ്റിയുള്ള ഫിറ്റ്നസ് ഈ ആംബുലൻസിനുണ്ട് എന്നതാണ് ഈ രേഖകളിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് 2026 ജൂലൈ 16 വരെയും ഇതിന് ഇൻഷുറൻസ് ഉണ്ട് എന്നതടക്കം തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന രേഖകളാണ്, അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച വാദങ്ങളെല്ലാം പൊളിയുന്നു. ഒരു ജീവന് കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ആംബുലൻസിനോ അല്ലെങ്കിൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കരുതിക്കൂട്ടി ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാണ്, തകർച്ചയിലാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു സമരമാണ് കോൺഗ്രസ് നാട്ടിലാകെ ഏറ്റെടുക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു തെളിവാണ്, മാതൃകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ തെളിവുകളാണ് സംസാരിക്കുന്നത്, ഈ രേഖകളാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിന്റെ ഈ വാദങ്ങൾ പൊളിയുന്നു എന്നതാണ്. അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ DCCയുടെ ജനറൽ സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ DCC സെക്രട്ടറി ലാൽ ജോഷി ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ആശുപത്രി ആക്ട് അടക്കം ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അത് ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ്, ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ഇതിൽ പറയുന്നത്, ഈ അത്യാഹിത വിഭാഗത്തിൽ വന്ന രോഗിയെ ആംബുലൻസിൽ കയറ്റുന്നത് തടഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഓഫീസറുടെയും മറ്റ് ജീവനക്കാരുടെയും പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയുമാണ് ഇവരുടെ സമരമുണ്ടായിരുന്നത്. ആ നിലയിൽ അവർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. 10 പേർക്കെതിരെ, അതായത് DCC ജനറൽ സെക്രട്ടറി ലാൽ ജോഷി ഉൾപ്പെടെ 10ഓളം പേർക്കെതിരെ ഈ കേസെടുത്തിരിക്കുന്നു. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഈ ആംബുലൻസ് ഇതിന് ശേഷം ഇവർ വലിയ പ്രശ്നമുണ്ടാക്കി ആംബുലൻസ് തടയുന്ന സാഹചര്യമുണ്ടായി. രോഗിയെ സ്ട്രെച്ചറിൽ ആംബുലൻസിലേക്ക് കയറ്റാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടായി. ഈ ഡോക്ടർമാർക്ക് ജോലി ചെയ്യാൻ അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ മെഡിക്കൽ ഓഫീസർ വന്ന് സംസാരിച്ചപ്പോഴും അത് വകവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനുശേഷം രോഗിയെ കൊണ്ടുപോയതിനു ശേഷവും മെഡിക്കൽ ഓഫീസർക്കെതിരെയും ഡോക്ടർക്കെതിരെയും അവിടുത്തെ ആശുപത്രി ജീവനക്കാർക്കെതിരെയും അസഭ്യം പറയുകയും അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന, മോശമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ പരാതിയിൽ അതിൻ്റെ FIRന്റെ കോപ്പിയിൽ പറയുന്നത്. ഏതായാലും ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രിക്കെതിരെ, മെഡിക്കൽ ജീവനക്കാർക്ക് എതിരെയുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ തടയുന്നതിന് അനുസരിച്ചുള്ള ഈ വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഇപ്പോൾ ഈ കേസെടുത്തിട്ടുള്ളത്. വിനിഷ. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറുപടി പറയേണ്ടി വരും കോൺഗ്രസുകാർ, നടു റോഡിൽ ഒരു ജീവനെ കൊന്നൊടുക്കിയതിന്.